അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 91-ാം സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. എഴുത്തുകാരൻ്റെ പേര് ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ എഴുതിയിട്ടില്ല എങ്കിലും 90-ാം സങ്കീർത്തനം മോശ എഴുതിയതാകയാൽ 91-ാം സങ്കീർത്തനവും മോശയാൽ എഴുതപ്പെട്ടതാകുവാനാണ് സാധ്യത. പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും സന്ദേശമാണ് 91-ാം സങ്കീർത്തനം നമുക്ക് തരുന്നത്. ഈ സങ്കീർത്തനം എഴുതിയ വ്യക്തി ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവിക ഉപദേശം പ്രാപിച്ച് ഈ സങ്കീർത്തനം എഴുതിയതാകുവാനാണ് സാധ്യത. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ ആശ്വാസം ഈ സങ്കീർത്തനം വായിക്കുന്നവരിൽ പോലും നിറഞ്ഞു വരുന്നു. ഈ സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ശ്രമിക്കാം. 91-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമെന്ന് പറയുന്നു. 1-ാം വാക്യത്തിൽ നാം കേട്ടതായ അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിലും പാർക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യഹോവയിൽ വസിക്കുന്നതിനെയാണ്, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതിനെയാണ്. നാം യേശുവിൽ വസിച്ചാൽ യേശു നമ്മിലും വസിക്കും എന്നത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. യേശുവിൽ നാം വസിച്ചാൽ മുന്തിരിവള്ളിയിൽ മുന്തിരിക്കൊമ്പുകൾ വസിക്കുമ്പോൾ മുന്തിരിവള്ളിയുടെ രുചികരമായ ഫലങ്ങൾ മുന്തിരിവള്ളിയുടെ കൊമ്പുകളിലും ഉണ്ടാകുന്നത് പോലെ യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ നാം ഓരോരുത്തരും ആകുന്ന കൊമ്പുകൾ വസിച്ചാൽ യേശുവിൻ്റെ സ്വഭാവം നമ്മിലും ഉണ്ടാകുമെന്ന് സാരം. വസിക്കുക അഥവാ പാർക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് യേശു തന്നെ പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ചുരുക്കി പറഞ്ഞാൽ 91-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ യഹോവയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥം. അപ്രകാരം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവർക്കുള്ള വാഗ്ദാനങ്ങൾ ആണ്, അഥവാ സംരക്ഷണമാണ് 91-ാം സങ്കീർത്തനം 3 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 91-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഇവിടെ നാം കേട്ട വേട്ടക്കാരൻ്റെ കെണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോശയാണ് 91-ാം സങ്കീർത്തനം എഴുതിയതെങ്കിൽ ഈജിപ്തിലെ ഫറവോനും അമാലേക്ക് രാജാവും ഒക്കെ ആയിരിക്കും വേട്ടക്കാർ. സ്വതന്ത്രമായി വിട്ടയച്ചതിന് ശേഷം മോശയെയും ഇസ്രായേൽ മക്കളെയും ഉപായത്താൽ പിന്തുടർന്ന് ഫറവോനും സൈന്യവും നശിപ്പിക്കുവാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ അമാലേക്യർ ഇസ്രായേൽ ജനത്തിൻ്റെ പിന്നാലെ വന്ന് ക്ഷീണിച്ചിരിക്കുന്ന പ്രായമായവരെയും ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. പുറകിൽ കൂടി വന്ന് നാം അറിയാതെ നമ്മെ തകർക്കുന്ന, നമ്മെ വഞ്ചിച്ചുകൊണ്ട് നമ്മെ ചതിച്ച് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാത്താനും അവനെ അനുസരിക്കുന്നവരുമാണ് വേട്ടക്കാരൻ്റെ കെണി എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. നാശകരമായ മഹാമാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പകർച്ചവ്യാധികളും പ്രകൃതി കോപങ്ങളുമാണ്. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് സാത്താൻ്റെയും അവനനുസരിക്കുന്നവരുടെയും സകല ചതിക്കുഴികളും ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. ദൈവാത്മാവിനെ അനുസരിക്കുവാൻ നാം തയ്യാറായാൽ ഒരു കെണിയിലും നാം പെടുകയില്ല, ഒരു പ്രതികൂലത്തിലും നാം അകപ്പെടാതെ വണ്ണം അവൻ നമ്മെ സൂക്ഷിക്കും. എന്നാൽ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഈ പരിരക്ഷ ഉണ്ടാവുകയില്ല എന്നത് നാം വിസ്മരിക്കരുത്. പരുന്ത് വരുമ്പോൾ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. തള്ളക്കോഴിയുടെ ചിറക് വിരിച്ചാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അമ്മക്കോഴിയെ അനുസരിച്ച് അതിൻ്റെ ചിറകടിയിൽ ഓടി വന്ന് അഭയം പ്രാപിക്കുന്ന ഒരു കോഴിക്കുഞ്ഞു പോലും പരുന്തിൻ്റെയോ കാക്കയുടെയോ കെണിയിൽ വീഴുകയില്ല. എന്നാൽ തള്ളക്കോഴിയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ചിറകടിയിൽ കയറാതെ തീറ്റ തിന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കോഴിയെ കാക്കയോ പരുന്തോ എടുത്തുകൊണ്ട് പോകും. ഓർക്കുക, ഒരിക്കൽ സാത്താൻ്റെ കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ മാർഗം ഒന്നുമില്ല. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ മറവിൽ വസിക്കുകയും അവൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ധൈര്യത്തോടെ
രക്ഷിക്കുന്ന വീരനായ യഹോവയെക്കുറിച്ച് പറയുവാൻ കഴിയും. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാകുന്നു എന്ന്. 91 സങ്കീർത്തനം 2 വാക്യമാണ് നാം കേട്ടത്. സങ്കേതം എന്ന വാക്കിനെ റെഫ്യൂജ് എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ലോക്മാൻ ഡിക്ഷണറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്ലേസ് ദാറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഓർ ഷെൽട്ടർ ഫ്രം ഡേഞ്ചർ എന്നാണ്. സംരക്ഷണം കൊടുക്കുന്ന സ്ഥലം അഥവാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഇടം എന്നാണ് അതിനർത്ഥം. കോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ടു എ സിറ്റി, ഒരു പട്ടണത്തിന് സംരക്ഷണം കൊടുക്കുന്ന കോട്ട, മതിൽ എന്നാണ്. തന്നെയുമല്ല, യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് യേശുവിനെക്കുറിച്ച് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഞാൻ ആശ്രയിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന്. കാരണം തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും അവൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് അതിന് കാരണം. 91 സങ്കീർത്തനം 4 വാക്യത്തിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ തൂവലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും സംരക്ഷണവും സമാധാനവും കൊണ്ട് നമ്മെ അവൻ നിറയ്ക്കുകയും മറയ്ക്കുകയും ചെയ്യും എന്നാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാറ്റമില്ലാത്ത വിശ്വസ്തനാണ് യഹോവ എന്നാകുന്നു. ഒരിക്കലൊരു വാഗ്ദാനം അവൻ തന്നാൽ എത്ര വർഷം കഴിഞ്ഞാലും അവൻ്റെ വാഗ്ദാനം നിറവേറ്റുവാൻ തക്കവണ്ണം തൻ്റെ വചനത്തിൽ ജാഗരിച്ചിരിക്കുന്നവനായ കർത്താവാണ് യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു. വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന വിശ്വസ്തനാണ് യേശു എന്ന സാരം. 91 സങ്കീർത്തനം 5-6 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. രാത്രിയിൽ അന്ധകാരമാണ്, ഉറങ്ങുവാൻ പോകുന്ന സമയമാണ്. നാളെയെക്കുറിച്ചുള്ള ഭയം ആണെങ്കിലും രാത്രിയാമങ്ങളിൽ ശത്രുക്കളുടെയും കൊള്ളക്കാരുടെയും ആക്രമണം ഉണ്ടായേക്കുമോ എന്ന ഭയമാണെങ്കിലും യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർക്ക് യാതൊന്നും പേടിക്കുവാനില്ല. പകൽ പറക്കുന്ന അസ്ത്രം സൂചിപ്പിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന പ്രതികൂലങ്ങൾ, സങ്കടങ്ങൾ, കഷ്ടതകൾ, അപകടങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. അതിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം കാണാതെ വണ്ണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രോഗങ്ങളും കഷ്ടതകളുമാകുന്നു. അതിലൊന്നിലും ദൈവമക്കൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം നോക്കി നിൽക്കുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്ന പ്രകൃതിക്ഷോഭങ്ങൾ എന്നാകുന്നു. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്ക് ഇതിലൊന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് യേശുവിൽ വസിക്കുന്നവരാണ്. യേശു അവർക്കൊരു കോട്ടയായി, സങ്കേത നഗരമായി വർത്തിക്കും എന്നതിനാൽ ഭൂമിയിലുണ്ടാകുന്ന ഒരു പ്രതികൂലത്തിനും ഒരു ദൈവമകനെ പേടിപ്പിക്കുവാൻ കഴിയുകയില്ല. തന്നെയുമല്ല, 91 സങ്കീർത്തനം 15 വാക്യത്തിൽ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കുമെന്നത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഈ ആനുകൂല്യങ്ങളും സംരക്ഷണവുമെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനിൽ വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. ആവശ്യ സമയത്ത് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്നവർക്കുള്ളതല്ല, പിന്നെയോ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ സ്ഥിരമായി വസിക്കുന്നവർക്കുള്ളതാകുന്നു. ദൈവകൽപ്പനകൾ ഏതെല്ലാമാണെന്ന് ഇനി നാം പഠിക്കുവാൻ തുടങ്ങുകയാണ്. അനേക കൽപ്പനകൾ ദൈവം മനുഷ്യർക്ക് ബൈബിളിൽ കൂടി തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദൈവത്തെ ദൈവമെന്നോർത്ത് പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്നത് തന്നെയാണ്. അവൻ്റെ കൽപ്പനകൾ ചുരുക്കമായി ഇവിടെ പ്രസ്താവിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കുന്നു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസോടെ ഇരിക്കുന്നതിനും വേണ്ടി നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. പുറപ്പാട് പുസ്തകം 20 അധ്യായം 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ചില വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ആവർത്തന പുസ്തകം 4 അധ്യായം 16 വാക്യത്തിൽ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും വിഗ്രഹമോ രൂപമോ ഉണ്ടാക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
കൂട്ടുകാരനെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുത് എന്നും നിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത് എന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നും മരിച്ചവരോട് പ്രാർത്ഥിക്കരുത് എന്നും ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷം പിടിക്കുകയോ നുണ പറയുകയോ ചെയ്യരുതെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം കേട്ട കൽപ്പനകളും ഇതുപോലെയുള്ള മറ്റനേക കൽപ്പനകളും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കൽപ്പനകൾ എല്ലാം നാം കൃത്യമായി ആചരിക്കുവാനാണ് ദൈവം നമുക്ക് തന്നതെന്ന് 119-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ദൈവകൽപ്പനകളെല്ലാം ബൈബിൾ വായിച്ച് കണ്ടെത്തി നാം അനുസരിക്കുന്നു എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് യേശു തന്നെ നമുക്ക് യേശുവിനെ അനുസരിക്കുന്ന ഏതൊരാൾക്കും വെളിപ്പെടുത്തി തരുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 26 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നാം അനുസരിക്കേണ്ടതായ മറ്റനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കൽപ്പനകളെല്ലാം പ്രമാണിക്കുന്ന വ്യക്തികൾക്കുള്ള സന്ദേശം ആണ് 91-ാം സങ്കീർത്തനം ആദ്യം മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ എന്ന് നാം മറന്നു പോകരുത്. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിശ്ചയമായും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയക്കണ്ണ് യേശു കർത്താവ് തുറന്നു തരും. നമ്മുടെ ബുദ്ധിയെ യേശു തുറന്നു തരും. അപ്പോൾ മാത്രമേ മുന്നോട്ടുള്ള വഴി ശരിയാവണ്ണം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ ഭൂമിയിലെ വാസം ഏറെയായാൽ 120 സംവത്സരം മാത്രമേ ഉള്ളൂ. എന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം നരകമാണെങ്കിലും സ്വർഗമാണെങ്കിലും യുഗായുഗങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. ഭാരമുള്ള കൽപ്പനകളല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് അത് ഗുണകരമല്ലയോ എന്നാണ് യഹോവയായ ദൈവം തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നുവെങ്കിൽ ശത്രുവിൻ്റെ ഒരു കെണിയിലും നാം അകപ്പെടാതെ വണ്ണം നമുക്ക് ചുറ്റും യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു തീമതിലായി നിന്ന് നമ്മെ സംരക്ഷിക്കും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാം. നമ്മുടെ കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ രക്ഷിച്ച് വിടുവിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നമുക്ക് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വ്യസനത്തിലായിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ വ്യസനം മാറ്റി കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സാമ്പത്തികമായി ഞെരുങ്ങുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സാമ്പത്തിക ക്ലേശം മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.